തുടർന്ന് സംസ്ഥാനത്തെ സ്വർണ്ണവില കുതിച്ചുയരുന്നു. ഇന്നും സ്വർണ്ണവിലയിൽ വർധനവുണ്ടായി. പവന് 80 രൂപയാണ് ഇന്ന് കൂടിയത്. 52,600 രൂപയാണ് ഇപ്പോൾ ഒരു പവൻ സ്വർണത്തിന്റെ വില. ലബി സജീന്ദ്ര വിശദാംശങ്ങളുമായി. ലബി, ഓരോ ദിവസവും കുതിച്ചുയരുകയാണ്. ലബിക്ക് ഇത് തന്നെയാണ് ഇപ്പോൾ പണി. നികേഷ് കുമാർ, ശരിയാണ്. ഞാൻ കൊച്ചിയിലെ ജ്വല്ലറികളിൽ നിന്ന് ഇറങ്ങുന്നില്ല. ഓരോ ദിവസവും മാർച്ച് 29-നാണ് റെക്കോർഡ് വിലയിലേക്ക് സ്വർണം എത്തിയത്. 1.5 ലക്ഷം കടക്കുകയായിരുന്നു. അതിനുശേഷം ഓരോ ദിവസവും 100 രൂപ, 600 രൂപ, 500 രൂപ എന്നീ ക്രമത്തിലൊക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പവന് 80 രൂപ കൂടിയിരിക്കുന്നു, ഗ്രാമിന് 10 രൂപ കൂടിയിരിക്കുന്നു. ഇത് ചെറിയ വർധനവ് എന്ന് കണക്കാക്കണ്ട. ഇന്ന് ഒരു പവൻ സ്വർണം പണിക്കൂലി, പണിക്കുറവ്, ഇതിൻ്റെ GST എല്ലാം കൂടി കിടക്കുമ്പോൾ ഏതാണ്ട് ഇതിൻ്റെ 10,000 രൂപ കൂടി അധികം നൽകേണ്ടി വരും ഒരു പവന് എന്നത് മറക്കണ്ട. സ്വർണ്ണവിലയൊക്കെ കൂടുന്നത് എങ്ങനെയാണ് ബാധിക്കുന്നത്? തീർച്ചയായിട്ടും എല്ലാവരും ബാധിക്കുന്നത് തന്നെയാണ്. എന്നുവെച്ചാൽ പെൺകുട്ടികളൊക്കെ ഉള്ളവർക്ക് ബുദ്ധിമുട്ടാണില്ല. സ്വർണ്ണവില ഇങ്ങനെ ഇപ്പം മാർച്ച് മുതൽ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. മാർച്ച് വില കൂടിയിട്ടും ഇങ്ങനെ വരാൻ കാരണം എന്താ? ഞാൻ ഇവിടെ ചിട്ടി ഉണ്ടായിരുന്നു, നമുക്ക് അത് എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാ. ഞാൻ അടുത്ത പ്രാവശ്യം പോകുമ്പോഴും ഇനിയും വില കൂടി കൊടുക്കുമല്ലോ. അതനുസരിച്ച് നമുക്ക് ഇതിൻ്റെ പണിക്കൂലിയും ഇതൊക്കെ കൊടുക്കേണ്ടി വരും, കൂടുതൽ വരും. ഈ സ്വർണ്ണവില ഇതുപോലെ കൂടുമ്പോഴേ ഇത് പെൺകുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് കൂടുതൽ സ്വർണ്ണം ഇടുന്നതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത് അല്ലേ? അല്ല, കല്യാണം കഴിക്കാനുള്ള കുട്ടികളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ശരിക്കും അതൊരു ബുദ്ധിമുട്ടുള്ളവർക്കൊരു ബേർഡനായി വരുമല്ലോ. തീർച്ചയായും നികേഷ്, ഇത്തരത്തിൽ ഇങ്ങോട്ട് ഇത് ജ്വല്ലറികളൊക്കെ ഇതുപോലെ ചിട്ടി, അതായത് ഒരു ബുക്ക് ചെയ്യുന്ന ദിവസത്തെ പൈസ എത്ര വ്യത്യാസം വന്നാലും അത് കണക്കാക്കാതെ കൊടുക്കുന്ന രീതിയിലുള്ള പ്രൈസ് വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലുള്ള ചിട്ടികളൊക്കെ രൂപീകരിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഗുണം കിട്ടുന്നവർക്ക് മാത്രമാണ് ആശ്വാസം. ബാക്കി എല്ലാവർക്കും കടയിലേക്ക് വരുന്നവർക്ക് ബുദ്ധിമുട്ട് തന്നെയാണ്. കാര്യം മാർച്ച് 29-ന് ഇത് 1.5 ലക്ഷം കടന്നതിന് ശേഷം ഓരോ ദിവസവും കുത്തനെ ഉയരുന്ന കാഴ്ച തന്നെയാണ്. ഒരു ദിവസം പോലും കുറഞ്ഞിട്ടില്ല. സ്വർണം അന്ന് മുതൽ കുതിച്ചുയർന്നുകൊണ്ടിരിക്കുന്നു. സ്വർണ്ണ വിപണി ഏതായാലും മാർച്ച് മുതൽ ഇങ്ങനെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. കൊച്ചിയിൽ പ്രത്യേകിച്ച് സ്വർണത്തിന് കൂടുതൽ ഉപഭോക്താക്കൾ ഉള്ള സ്ഥലമാണ്. ഏത് പ്രൈസ് ഹൈക്ക് എത്ര തന്നെ വന്നാലും അതിലൊന്നും മുഖവിലയ്ക്ക് എടുക്കാതെ സ്വർണം വാങ്ങാൻ വരുന്നവർ കൊച്ചിയിൽ കൂടുതലാണ് താനും. എങ്കിലും ഇപ്പോൾ ഇത്രയധികം വില ഉയർന്നതിന് ശേഷം പൊതുവെ ജ്വല്ലറികളിലൊക്കെ ആളുകളുടെ വിശദാംശങ്ങൾ നൽകിയത്. നികേഷുള്ളത്.